ഈ നാട്ടിൽ പോകാനുള്ള തിരക്ക് കാരണം ഞാൻ വീട്ടിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറച്ചധികം ദിവസങ്ങൾ തന്നെ ആയിന്. അധികം എനിക്കങ്ങനെ കിച്ചണിൽ കയറാനൊന്നും സമയം കിട്ടലില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഇടയിൽ കൂടെ പാല് തിളച്ച് ചിന്തി പോയിട്ടോ, കോഫി ഉണ്ടാക്കാൻ വെച്ചതേനെ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ രണ്ടും കൂടെ ആയതുകൊണ്ട് അത് തിളച്ച് ചിന്തിപ്പോയി. അപ്പോൾ ഞാൻ അത് അവിടെ വെച്ച് കണ്ട് രണ്ടാമതും തിളപ്പിച്ചതിൽ ഇങ്ങനെ വീഡിയോക്ക് വേണ്ടി തിളപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ വീടിൻ്റെ ഉള്ളിലത്തെ ഇതൊന്നും ഇപ്പം അങ്ങനെ കാണിക്കലില്ല. ഫുള്ള് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആണ്. എനിക്കധികം ടൈമും കിട്ടലില്ല കിച്ചണിൽ കയറലില്ല എന്നല്ല കേട്ടോ. കിച്ചണിൽ പണിയെടുക്കലും അതിൻ്റെ ഇടയിൽ കൂടെ മൊത്തത്തിലൊരു തിരക്ക് പിടിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കലും ഒക്കെ കൂടെ ഒപ്പരം കഴിയണില്ല. മറ്റത് ഷോപ്പിങ്ങിന് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് വീഡിയോ എടുക്കൽ നടക്കുന്നുണ്ട്. അതാണ് കൂടുതലും ഷോപ്പിംഗ് വീഡിയോ ആയി പോണത്. പിന്നെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണ ഈ ദിവസം മുതൽ ഇനിയിപ്പം 3 ദിവസം കൂടെ ഉള്ളൂ നാട്ടിലേക്ക് പോവാൻ. അപ്പോൾ ഭയങ്കര ലാസ്റ്റ് അവസാന നിമിഷ തിരക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്താന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് മുതൽ ഇനി 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേതൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഇന്നലെ രാത്രി വാങ്ങിയ ബ്രോസ്റ്റിൻ്റെ ബാക്കി കുബൂസും പീസുകളൊക്കെ ബാക്കി ഉണ്ടേനി. അതിലേക്ക് അതൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു തട്ടിക്കൂട്ടാക്കി ഉണ്ടാക്കിയതാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത്, ഇന്നൊരു പരിപാടി ഉണ്ട്. ഇവിടെ മദ്രസിൽ ഒരു പരിപാടി നടക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ സ്റ്റോറി ടെല്ലിങ്ങിനുണ്ട്. അപ്പോൾ ആ പരിപാടിയിലേക്കും വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണി സമയമാണ് കേട്ടോ. വെയിൽ കാണുമ്പോൾ നല്ല കുറേ ടൈമായ പോലെ ഉണ്ട്, പക്ഷേ 7 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇലുവിൻ്റെ സ്റ്റോറി ടെല്ലിങ് എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതെനിക്കൊരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതോളെ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ. ഞാൻ എന്തായാലും മുഴുവനോളെ സ്റ്റോറിയും ഇതിൽ ആഡ് ചെയ്തിണ്. കാരണം കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓളെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു മെമ്മറി അല്ലേ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൊത്തവും ഇതിൽ ഇട്ടണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ലേഡീസിന് വേറെ ജെൻസിന് വേറെ അങ്ങനെയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ അവിടെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടേനി. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ ഫ്ലവർ ഷോക്കും ഇതിനൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ടേനി കേട്ടോ കാണാൻ. ഇതിവിടെ വെഡ്ഡിങ്ങൊക്കെ നടക്കണ ഒരു ഓഡിറ്റോറിയമാണ്. ഇവിടെ വെച്ചിട്ടാണ് പരിപാടി. അപ്പം എനിക്കിവിടെ മൊത്തത്തിൽ കാണിക്കാൻ കഴിയണില്ല. കാരണം ഇവിടെ ഫുള്ള് ആൾക്കാരായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളൊന്നും എനിക്ക് കാണിക്കാൻ കഴിയണില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഈ കുട്ടികളെ ഭാഗം മാത്രം ഒന്ന് കാണിച്ചതാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ മൊത്തം 4 സ്റ്റേജാണ്. അതിലൊന്നാണ് ഈ സ്റ്റേജ്. ഇവിടെ ലേഡീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ വലിയ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ പരിപാടിയാണ് ഈ സ്റ്റേജിൽ നടക്കുന്നത്. അവിടെ ഇരിക്കുകയാണ്. അതിനായി പകപ്പെടുമ്പോൾ ഇത് യാചകൻ വരികയും തരുമ്പോൾ ചോദിച്ചു വസ്തു കൊടുത്ത് അല്ലാഹു താല പഠിപ്പിച്ചില്ലേ, യാചിച്ചു വരുന്നവരെ വെറുതെ വിടരുതെന്ന്. പിന്നെ എങ്ങനെയാണ് അവരെ തിരിച്ചു സഹാബികൾ നടന്നതും
ഭാഷയല്ല. എനിക്ക് സഹിക്കാൻ കഴിയില്ല. ചെയ്ത തെറ്റല്ല. ഇത് ശക്തമായി കാണാണ്ടായിരുന്നു. എന്റെ ജന്മത്തെ ഒഴിവാക്കിയിട്ട് റബ്ബിനോട് ദുആ ചെയ്തു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. നമുക്കും വിജയിക്കണ്ടേ? നമ്മൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ നല്ലത് കഴിവില്ലാത്തൊക്കെ ഫങ്ങുകളായി വാങ്ങണത് അള്ളാഹുതആല നമുക്ക് തഖ്വ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ഈ സ്റ്റോറിയിൽ 2-3 സ്ഥലത്ത് ഇലു തെറ്റിച്ചിന് കേട്ടോ. അതേപോലെ തന്നെ ഈ കഥ ഓള് നല്ല രീതിക്ക് നല്ല ആക്ഷനൊക്കെ കാണിച്ച് നല്ല ഉഷാറായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നതേനി. പക്ഷേ ആദ്യമായിട്ടൊരു സ്റ്റേജിന്മേൽ കയറിയിട്ട് ഓള് അതുകൊണ്ട് അതിൻ്റെ പേടിയൊന്നും നോക്കില്ല. ചെറിയ കുട്ടിയല്ലേ, സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് മുന്നിൽ ഇത്രയും തോന്നെ ആൾക്കാരെ കണ്ടപ്പോൾ എന്താണിത് സംഭവിക്കുന്നത് എന്നുള്ള കാരണം ആദ്യമായിട്ട് അവളിങ്ങനെ ഒരു സ്റ്റേജിന്മേൽ കയറുന്നത്. അങ്ങനത്തെ പ്രോഗ്രാം അവൾ കണ്ടിട്ടുമില്ല അധികമൊന്നും, ഇങ്ങനെ കുട്ടികളെ പ്രോഗ്രാമൊന്നും. അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടേനി. പിന്നെ അതേപോലെ തന്നെ നല്ല കൂറ്റടപ്പും ഉണ്ടേനി. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇത്തിരി പെർഫെക്ഷൻ കുറവുണ്ട്. പക്ഷേ സാരല്ല, ഇത് ഫസ്റ്റത്തതല്ലേ. എന്നാലും ഓള് നല്ല വിചാരിച്ചതിനെക്കാട്ടി നല്ല രീതിയിൽ പറഞ്ഞിന്. ഞാൻ വിചാരിച്ചു ഓള് പേടിച്ചൊന്നും മിണ്ടാതെ അവിടെ നിൽക്കുമോ എന്നൊക്കെ വിചാരിച്ചിനി. പിന്നെ അന്നേരം നമ്മൾ അവിടുന്ന് പോയി. പിന്നെ വരുന്നത് മഗ്‌രിബിൻ്റെ ഒക്കെ ശേഷമാണ് കേട്ടോ. അവിടെ ദഫ് പ്രോഗ്രാം അങ്ങനത്തെ അതൊക്കെ ഉണ്ടേനി. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വേഗം തിരിച്ചിട്ടു. കാരണം ഞാൻ ആകെ 2-3 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാൻ ബാക്കിയുണ്ടേനി. അപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇമ്മമാർക്ക് പർദ്ദ ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് പർദ്ദ എടുക്കുന്നതിനേക്കാളും എനിക്ക് ഒരു കൺഫ്യൂഷനാണ്. മറ്റൊരാൾക്ക് എടുക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ എൻ്റെ മനസ്സിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എന്തായാലും ഞാൻ പർദ്ദ എടുത്തിട്ടോ. ഇനി തിരഞ്ഞ് നടക്കാനുള്ള സമയമില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ പർദ്ദ എടുത്തത്. സ്ഥലത്തിൻ്റെ പേര് ഇപ്പം എനിക്ക് കിട്ടണില്ല. ഞാൻ കൈയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ വന്ന ഈ സ്ഥലത്ത് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനെ വെഡ്ഡിങ്ങിൻ്റെ ഇതൊക്കെ മെറ്റീരിയലാണ് കേട്ടോ. ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് കണ്ട് വെച്ചതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളി. ഇവരിപ്പോൾ നമ്മൾ പറഞ്ഞ മോഡലിൽ ഇവിടെ വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സസൊക്കെ അടിച്ച് ചെയ്ത് തരും. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ അങ്ങനെ നടക്കണ വൈമൽ കണ്ടപ്പം അത് എടുത്തതാണേ. പിന്നെ പോണ വൈമൽ ഇവിടെ ഒരു 3 റിയാലിൻ്റെ കട കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറിയേ. അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കണ്ട് ഇമ്മമാർക്ക് പർദ്ദ കിട്ടിയ ആശ്വാസത്തിൽ അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്.